നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി 13,000 ലെവൽസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ സെൻസെക്സ് ആണെങ്കിൽ 44,000 സംതിങ്ങിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ്സ് ഓൾ ടൈം ഹൈയിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനിയും പുതിയ ബ്രോക്കറേജ് റിപ്പോർട്ട്സും അതുപോലെ എക്സ്പേർട്സ് പുതിയ ടാർഗറ്റും പ്രൊഡിക്റ്റ് ചെയ്ത് തുടങ്ങും. നിഫ്റ്റിയുടെ ഇനി ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 15,000 ആയിരിക്കും. അതുപോലെ സെൻസെക്സിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50,000 ആയിരിക്കും. അങ്ങനെ പലതും. അതുപോലെ ഇനി ഇവർ ലോങ് ടേം ടാർഗറ്റ്സ് ഇനിയും പറഞ്ഞു തുടങ്ങും. സെൻസെക്സിൻ്റെ ലോങ് ടേം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 75,000 ആണ്. നിഫ്റ്റിയുടെ ലോങ് ടേം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 20,000 ആണെന്നൊക്കെ. ഈ ടാർഗറ്റ്സ് ലോങ് ടേമിൽ കറക്റ്റ് ആകാൻ തന്നെയാണ് ചാൻസ്. കാരണം സെൻസെക്സ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ലോങ് ടേമിൽ അത് മുകളിലോട്ട് തന്നെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ സെൻസെക്സിൻ്റെയോ നിഫ്റ്റിയുടെയോ ഇയർലി ചാർട്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇടയ്ക്ക് ഒരു ഡിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ലോങ് ടേമിൽ അത് മുകളിലോട്ട് തന്നെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ സെൻസെക്സിലും നിഫ്റ്റിയിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കമ്പനീസിൻ്റെ ഗ്രോത്ത് തന്നെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും സെൻസെക്സിൽ 30 കമ്പനീസ് ആണുള്ളത്. അതുപോലെ നിഫ്റ്റിയിലാണെങ്കിൽ 50 കമ്പനീസും ആണുള്ളത്. ഇനി ഈ രണ്ട് ഇൻഡെക്സുകളിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ കുറച്ച് ഹാൻഡ്ഫുൾ ഓഫ് സ്റ്റോക്സോ കുറേ മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ടോ പെർഫോം ചെയ്യുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ BSEയും NSEയും ആ സ്റ്റോക്കുകളെ ആ ഇൻഡെക്സിൽ നിന്ന് എടുത്ത് കളയുന്നതായിരിക്കും. അതായത് സെൻസെക്സ് എന്ന് പറഞ്ഞാൽ BSEയുടെ ഒരു ഇൻഡെക്സ് ആണ്. അതുപോലെ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ NSEയുടെ ഒരു ഇൻഡെക്സുമാണ്. സോ ഈ രണ്ട് ഇൻഡെക്സുകളിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ റെഗുലറായിട്ട് ഷഫിൾ ചെയ്യാറുണ്ട്. സോ ഈ രണ്ട് ഇൻഡെക്സുകളിൽ നിന്ന് ലോ ക്വാളിറ്റി സ്റ്റോക്സിനെ റിമൂവ് ചെയ്തിട്ട് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിനെ ആഡ് ചെയ്യാറാണ് പതിവ്. ഇനി ഒരിക്കൽ ഒരു സ്റ്റോക്കിനെ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനെ പിന്നെയും തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല എന്നല്ല. അവർ ഒരിക്കൽ റിമൂവ് ചെയ്താൽ പിന്നെയും ആ സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഓരോ ഇൻഡെക്സിൻ്റെ അകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ നിഫ്റ്റിയിലും സെൻസെക്സിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കമ്പനീസ് ലോങ് ടേമിൽ നല്ലതായിട്ട് ഗ്രോ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ഇൻഡെക്സസും പുതിയ പുതിയ ലൈഫ് ടൈം ഹൈസ് കുറേ വർഷം കൂടുമ്പോഴത്തേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത് നിഫ്റ്റിയുടെയോ സെൻസെക്സിൻ്റെയോ ഒരു ലോങ് ടേം ടാർഗറ്റ് പറയാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഈസിയാണ്. ഇപ്പം നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 13,000 ഇപ്പം ഈസി ആയിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ ലോങ് ടേം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 20,000 ആണെന്നുള്ളത്. പക്ഷേ അത് എപ്പോഴാണെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ശരിക്കുള്ള ചോദ്യം ഇരിക്കുന്നത്. ഇപ്പം 13,000 ആണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. അത് ചിലപ്പം 15,000 പോകാം. പിന്നെ അത് കഴിഞ്ഞ് 10,000 പോയിട്ടായിരിക്കും തിരിച്ച് 15,000 വന്നിട്ട് പിന്നെ സഡൻലി അത് 20,000 പോകുന്നത്. അതുപോലൊരു പ്രൊഡക്ഷൻ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലത്തെ ടാർഗറ്റ് കോൾസോ അല്ലെങ്കിൽ റിസർച്ച് റിപ്പോർട്ടോ കണ്ടിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്.